കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയിൽ നിലവിൽ LPG പ്രതിസന്ധി ഇല്ലെന്നും 45 ദിവസത്തേക്കുള്ള റോളിംഗ് സ്റ്റോക്ക് രാജ്യത്തുണ്ടെന്നുമായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്നാൽ ഇന്ത്യയുടെ LPG സംഭരണശേഷി വളരെ പരിമിതമായതിനാലും വിദേശത്തു നിന്നുള്ള പതിവ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാലും ഈ പ്രഖ്യാപനം അത്ര വിശ്വാസയോഗ്യമായിരുന്നില്ല. പ്രതിദിനം ശരാശരി ഒരു കപ്പൽ LPG വീതമാണ് ഇന്ത്യയിലെത്തുന്നത്. ശരിക്കും എന്താണ് ഇന്ത്യയിലെ LPG സ്റ്റോക്കുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സാഹചര്യം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യക്കാകെ 1.6 ദശലക്ഷം ടൺ LPG സംഭരണ ശേഷിയാണുള്ളത്. ഇതിൻ്റെ പകുതിയിലധികവും ഇറക്കുമതി ടെർമിനലുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ബോട്ട്ലിംഗ് പ്ലാന്റുകളിലും റിഫൈനറികളിലുമാണ്. ഈ സംഭരണശാലകളിൽ പരമാവധി കപ്പാസിറ്റിയിൽ LPG ഉണ്ടെങ്കിൽ പോലും ഇറക്കുമതിയോ ആഭ്യന്തര ഉൽപ്പാദനമോ പെട്ടെന്ന് സ്തംഭിച്ചാൽ കേവലം 17 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ ഇവിടെയുള്ളൂ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വിതരണം വെട്ടിക്കുറച്ച് ഈ 17 ദിവസത്തെ സ്റ്റോക്ക് അല്പം കൂടി നീട്ടാൻ സർക്കാരിന് കഴിഞ്ഞേക്കും. പ്രകൃതിവാതകം സൂക്ഷിക്കാനായി വലിയ ഭൂഗർഭ സംഭരണ സൗകര്യമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ദീർഘകാല സംഭരണശേഷി വളരെ കുറവാണ്. ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇറക്കുമതി പൂർണ്ണമായും നിലച്ചാൽ പരമാവധി 20 ദിവസത്തിനപ്പുറം മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയില്ല. അങ്ങനെയിരിക്കെ 45 ദിവസത്തെ സ്റ്റോക്ക് ഉണ്ടെന്ന സർക്കാരിൻ്റെ അവകാശവാദം തീർത്തും തെറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറക്കുമതിക്കായി ഇതിനകം ഓർഡർ ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പാചകവാതവും കൂടി കണക്കിലെടുത്താകാം ഈ പ്രഖ്യാപനമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 15 LPG ടാങ്കറുകൾ അമേരിക്കയിലെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതും സർക്കാർ കണക്കിലെടുത്തിട്ടുണ്ടാകാം. ഇന്ത്യ പ്രധാനമായും LPG ഇറക്കുമതിക്കായി ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ്. എന്നാൽ നിലവിൽ അവിടുത്തെ സംഘർഷങ്ങളും ഷിപ്പിംഗ് തടസ്സങ്ങളും വിലക്കയറ്റവും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ 85% രാജ്യത്തെ തീരങ്ങളിൽ എത്തണമെങ്കിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ സംഭരണശേഷി കുറവായതിനാൽ തന്നെ ഈ റൂട്ടിലുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഇത്തരമൊരു സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ ബലഹീനതയാണെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുൻപ് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറുവശത്ത് പാചക ആവശ്യങ്ങൾക്കായി LPGയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 2011-12 മുതൽ 2024-25 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ LPG ഇറക്കുമതി 3 ഇരട്ടിയായി വർദ്ധിച്ച് ഏകദേശം 20 ദശലക്ഷം ടണ്ണിലെത്തി നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ മൊത്തം ആവശ്യകതയുടെ 60% നിറവേറ്റുന്നത് ഇറക്കുമതി വഴിയാണ്. ഇന്ത്യയിൽ പ്രതിമാസം ഏകദേശം 30 ലക്ഷം ടൺ LPG ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ LPG ഉപഭോക്താവായി ഇന്ത്യയെ മാറ്റുന്നു.